Hi, I am Gina Josh from Learn and Grow Academy. അപ്പോൾ നമ്മൾ ഇന്ന് സ്പീക്കിങ്ങിൻ്റെ ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം OET തുടങ്ങിയ ഒരു കാലം മുതൽ പേഷ്യൻറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അസസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളൊരു പേഷ്യൻറ്റൊരു സജഷൻ പറഞ്ഞിട്ട് അതിന് പേഷ്യൻറ്റിന് ആ സജഷനോടുള്ള ഒരു റെസ്പോണ്ടിന് അത് അസസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫ്രേസസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡു യു അണ്ടർസ്റ്റാൻഡ് മീ, ഡു യു ഗെറ്റ് മീ, ആർ യു ഫോളോയിങ് മീ, അല്ലെങ്കിൽ ഈസ് ഇറ്റ് ഓക്കെ ഫോർ യു, അങ്ങനെയുള്ള കുറച്ച് ഫ്രേസസ് അത് നമ്മൾ സ്ഥിരം ഈ OET പഠിക്കാൻ തുടങ്ങിയ കാലം മുതലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ടുള്ള കുറച്ച് ഫ്രേസസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം OETയിൽ നമുക്ക് എപ്പോഴും മാക്സിമം റെപ്പറ്റീഷൻസ്, അതിപ്പോൾ സ്പീക്കിങ്ങിലായിക്കോട്ടെ റൈറ്റിങ്ങിലായിക്കോട്ടെ റെപ്പറ്റീഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് സ്കോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് പുതിയ ഫ്രേസസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇത് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വേറെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, OET പഠിക്കുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇങ്ങനെയുള്ള അതായത് നമ്മളിപ്പോൾ പേഷ്യൻ്റെ അടുത്ത് ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ ആ ഒരു അവരും കൂടി ആക്റ്റീവായിട്ട് നമ്മുടെ കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു 2-way കമ്മ്യൂണിക്കേഷൻ ആവുള്ളൂ. അങ്ങനെ ഒരു 2-way കമ്മ്യൂണിക്കേഷനാണ് നമ്മളെപ്പോഴും OETയുടെ റോൾ പ്ലേയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു ചെറിയ സജഷൻ പറയുന്നു, അതിനുശേഷം അത് അവരത് ഫോളോ ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെ അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം, ആം ഐ ക്ലിയർ ടു യു, ആം ഐ ക്ലിയർ ടു യു. പിന്നെ ഹൗ ഡസ് ദാറ്റ് സൗണ്ട്, ഇതെനിക്ക് തോന്നുന്നു എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് തന്നെയാണ്. ഡസ് ദാറ്റ് മേക്ക് സെൻസ് ടു യു. പിന്നെ നമുക്ക് ചോദിക്കാം ഡസ് ദാറ്റ് മേക്ക് സെൻസ് ടു യു. അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം ഈസ് ഇറ്റ് ക്ലിയർ ടു യു, ഈസ് ഇറ്റ് ക്ലിയർ ടു യു. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ടാസ്കുകളൊക്കെ പറഞ്ഞതിന് ശേഷം മീൻസ് നമ്മുടെ ടാസ്കുകൾ ചെറുതൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് അവരുടെ ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ നമ്മൾ ചില ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ പേഷ്യൻസിന് ഓരോ സജഷൻസ് കൊടുക്കാറുണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്മോക്കിംഗ് സെസേഷനെ കുറിച്ച് നമ്മളൊരു പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ സ്മോക്കിംഗ് സെസേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് പല സജഷൻസ് പറയാറുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിക്കോട്ടിൻ പാച്ചസ് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് സിഗരറ്റ്സിൻ്റെ എണ്ണം റെഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് കുറയ്ക്കാം. അങ്ങനെയുള്ള സജഷൻസ് ഒക്കെ പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പേഷ്യൻ്റെ റെസ്പോൺസ് അറിയുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അന്നേരം നമുക്ക് അവരോടത്ത് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഹൗ ഡു യു ഫീൽ എബൌട്ട് ദാറ്റ്, ഹൗ ഡു യു ഫീൽ എബൌട്ട് ദാറ്റ് അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ഹൗ ഡു യു ഫീൽ എബൌട്ട് വാട്ട് ഐ ആം സജസ്റ്റിംഗ്, ഹൗ ഡു യു ഫീൽ എബൌട്ട് വാട്ട് ഐ ആം സജസ്റ്റിംഗ്. പിന്നെ നമുക്കിതുപോലെ ഒരു സജഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് അവരോട് ചോദിക്കാം വാട്ട് യു തിങ്ക് എബൌട്ട് ദിസ്, വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, ഈസ് ഇറ്റ് പോസിബിൾ ഫോർ യു, ഈസ് ഇറ്റ് പോസിബിൾ ഫോർ യു. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം വിൽ യു ഏബിൾ ടു ഫോളോ ദിസ്, വിൽ യു ഏബിൾ ടു ഫോളോ ദാറ്റ്, വിൽ യു ഏബിൾ ടു ഫോളോ ദാറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ സജഷൻസ് ഒക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് അവരുടെ ആ ഒരു അവർ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മളൊരു കാര്യം പറയുകയാണ്, കുറച്ച് ബാഡായിട്ടുള്ളൊരു കാര്യമാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റ് ഒരു സീരിയസ് ഇൽനെസ് ആണ്, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ക്യാൻസറോ വലിയൊരു അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റെ അടുത്ത് നമ്മളത് റിവീൽ ചെയ്യുകയാണ്. അത് നമ്മൾ റിവീൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും അവിടെയൊക്കെ നമുക്ക് നമ്മുടെ സൗണ്ട് വേരിയേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തിരി യൂസ്ഫുള്ളായിട്ട് വരും. നമ്മൾ ഇങ്ങനെയുള്ള ഒരു ബാഡ് കണ്ടീഷൻസ് സിറ്റുവേഷൻ റിവീൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സൗണ്ട് കുറച്ച് സംസാരിക്കുക, കുറച്ച് സോഫ്റ്റ് സൗണ്ടിലൊക്കെ സംസാരിക്കുക. അപ്പം അങ്ങനെയൊക്കെ ആ ഒരു സൗണ്ട് വേരിയേഷൻ
അപ്പോൾ അങ്ങനെ ആ ഒരു സൗണ്ട് വേരിയേഷൻസ് ഒക്കെ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ പേഷ്യൻ്റെ അടുത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ റിവീൽ ചെയ്തു. അതിനുശേഷം നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പോസിറ്റീവായിട്ടുള്ള പക്ഷേ കുഴപ്പമില്ല നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാം എന്നൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള സജഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തു. അതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അത് അവർക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ അന്നേരം അവരുടെ റെസ്പോൺസ് ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഡസ് ദാറ്റ് മേക്ക് യു ഫീൽ എ ബിറ്റ് ബെറ്റർ? ഡസ് ദാറ്റ് മേക്ക് യു ഫീൽ എ ബിറ്റ് ബെറ്റർ? അത് നമുക്ക് ചോദിക്കാം. അത് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം, ആർ യു ഹാപ്പി വിത്ത് ദാറ്റ്? അത് നമ്മളിതുപോലെ പോസിറ്റീവായിട്ടുള്ള സജഷൻ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോദിക്കേണ്ടത്, ആർ യു ഹാപ്പി വിത്ത് ദാറ്റ്? അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ടാസ്കുകളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവരോട് അല്ലെങ്കിൽ ചെറിയ ടാസ്ക് അല്ല, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു നല്ല കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് അവരോട് ചോദിക്കാം, ആർ യു ഹാപ്പി വിത്ത് ദാറ്റ്? പിന്നെ നമ്മൾ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവസാനം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലേ? വൈൻഡപ്പ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്കിതുപോലെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ, നിങ്ങൾക്ക് ക്ലിയർ ആയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. അതെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ചോദിക്കാം, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് സോ ഫാർ? ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് സോ ഫാർ? ഞാൻ എത്രയും നേരം പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? Have I made everything clear? Have I made everything